സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കനുവദിച്ചു തന്നിട്ടുള്ള നന്മ ആഗ്രഹിക്കുവാനുള്ള വാക്യങ്ങൾ, വചനങ്ങൾ, ഇവയെ സംബന്ധിച്ചായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയത്. ഇതേപോലെ നമുക്ക് നന്മ ആഗ്രഹിക്കാവുന്ന അല്ലെങ്കിൽ അനുഗ്രഹം പ്രതീക്ഷിക്കാവുന്ന സ്ഥലങ്ങൾ ഈ ഭൂമി ലോകത്ത് ഏതൊക്കെയാണുള്ളത്? ഇസ്ലാമികമായി എന്താണ് അതിൽ ഒരു വിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ടത്? ആ സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നാം ബർക്കത്ത് അല്ലെങ്കിൽ അനുഗ്രഹം അല്ലെങ്കിൽ നന്മ ആശിക്കേണ്ടത്? ഇതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഏറ്റവുമധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് ഭൂമിയിലെ സ്ഥലങ്ങളിൽ, എല്ലാ പ്രദേശങ്ങളിലും അതാത് സ്ഥലങ്ങളിൽ ഏറ്റവും പുണ്യകരമായത് അല്ലെങ്കിൽ പവിത്രമായത് അവൻ്റെ പള്ളികളാണ്. ആ പള്ളികളിൽ തന്നെ 3 പള്ളികൾക്കാണ് പ്രത്യേകമായ പവിത്രത അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് സാധാരണയായി നമ്മൾ മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ്. ഒന്നാമത്തെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നിറച്ചുവെച്ച മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്. മസ്ജിദുൽ ഹറാമിനോളം പവിത്രമായ അല്ലെങ്കിൽ നന്മ ആശിക്കാവുന്ന, പുണ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലവും ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾ എത്ര തവണ പോയാലും മതിവരാത്ത ആഗ്രഹവുമായി ആ പള്ളിയടങ്ങുന്ന രാജ്യത്തേക്ക് ആകൃഷ്ടരായി കൊണ്ടിരിക്കുകയാണ്. ആ പള്ളിയിൽ ഒന്നാമതായി സ്ഥാപിക്കപ്പെട്ട പള്ളിയാണത്. ഭൂമി ലോകത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ഹറാം. ആ പള്ളിയിൽ നമസ്കരിക്കുന്നതിന്റെ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ളലു മിൻ മിഅത്തി സ്വലാത്തിൻ ഫീ ഹാദാ, എന്റെ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും അഥവാ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് മക്കയിലെ പള്ളിയിലുള്ള നമസ്കാരം, മസ്ജിദുൽ ഹറാമിൽ. അത് ലോകത്തുള്ള മറ്റു പള്ളികളെ അപേക്ഷിച്ച് 100,000 പ്രാധാന്യമാണ് മസ്ജിദുൽ ഹറാമിലെ ഒരു റക്അത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. അത് അല്ലാഹു പ്രത്യേകമായി അങ്ങനെ സ്ഥാനം കൽപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണ്. അതുകൊണ്ട് അതിന് ആ സ്ഥാനം കൈവന്നു. അതേപോലെ തന്നെ ആ പള്ളിയുടെ വേറൊരു പ്രത്യേകത, ഏതു നേരത്തും തവാഫും നമസ്കാരവും നടത്താൻ അനുവാദമുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അന്ന് കഅബയുടെയും അതേപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെയും ഒക്കെ പല കാര്യങ്ങളും നോക്കിയിരുന്നത് അബ്ദുമനാഫിന്റെ കുടുംബമായിരുന്നു. അവരെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലാ തംനഉ അഹദൻ ത്വാഫ ബിഹാദൽ ബൈത്തി വസല്ല അയ്യത സഅത്തിൻ ശാഅ മിൻ ലൈലിൻ ഔ നഹാരിൻ. നിങ്ങൾ ഈ വിശുദ്ധ ഭവനത്തിന്റെ ചുറ്റുഭാഗവും തവാഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഇവിടെ വെച്ച് രാവിലും പകലിലും അവരുദ്ദേശിക്കുന്ന ഏത് സമയത്തും നമസ്കരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ തടയരുത്. സാധാരണയായി അസറിന്റെ ശേഷമുള്ള നിസ്കാരം, സുബഹി ബാങ്ക് വിളിച്ച് സൂര്യാസ്തമനം വരെയുള്ള നമസ്കാരമൊക്കെ മറ്റു സ്ഥലങ്ങളിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ വെറുക്കപ്പെട്ടതാണ്.
എന്നാൽ മസ്ജിദുൽ ഹറാമിൽ ഈ സമയങ്ങളിലും തവാഫും അതേപോലെ തന്നെ നമസ്കാരവും ഒന്നും വെറുക്കപ്പെട്ടിട്ടില്ല, അതിൽ വിരോധമില്ല എന്നാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഒരു ന്യൂനപക്ഷം അവിടെയും ഈ നിയമമൊക്കെ ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അവിടേക്ക് പ്രത്യേകമായ ഒരു നിയമം, ഒരു ഇളവ് ഈ വിഷയത്തിൽ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട് എന്നാണ്. അത് ആ പ്രദേശത്തിന്റെ പവിത്രത മാനിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ അവിടെ മസ്ജിദുൽ ഹറാമിൽ അല്ലെങ്കിൽ കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ, നമുക്കതിൽ നിന്നൊക്കെ നന്മ ആശിക്കാം. എങ്ങനെയാണ് നന്മ ആശിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കാര്യം, അല്ലാഹുവിനെ അനുസരിക്കുന്നു എന്ന ആ ഒരു പ്രത്യേകമായ ബോധത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ആശിക്കാവുന്നതാണ്, പുണ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ പരിശുദ്ധ കഅബ, ആ പരിശുദ്ധ കഅബ മുബാറക്കാണ്, അനുഗ്രഹീതമാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ്. പക്ഷേ ആ കഅബയിൽ നിന്ന് നമുക്ക് ബർക്കത്ത് കിട്ടുമോ? കഅബാലയം നമ്മെ അനുഗ്രഹിക്കുമോ? കഅബാലയത്തോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാമോ? പാടില്ല എന്ന് മുസ്ലിമീങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ആ പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റുഭാഗവും തവാഫ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബർക്കത്ത് കിട്ടുന്നു, അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുന്നു. കഅബാലയത്തിൽ ആ വസ്തുവിനെ തൊടലും അതേപോലെ തന്നെ ചുംബിക്കലും സുന്നത്തായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഹജറുൽ അസ്വദ് മാത്രമാകുന്നു ചുംബിക്കൽ സുന്നത്തായ ഏക വസ്തു അവിടെയുള്ളത്. പിന്നെയുള്ളത് ഹജറുൽ അസ്വദിന്റെ ആ മൂല തൊട്ട് എണ്ണിത്തുടങ്ങിയാൽ നാലാമത്തെ മൂലയായി അറിയപ്പെടുന്ന റുക്നുൽ യമാനി, ആ മൂലയിലും കൈകൊണ്ട് തടവുക എന്നത് മാത്രമേ ആ ഭവനത്തെ സ്പർശിക്കുന്നതിലൂടെയും ചുംബിക്കുന്നതിലൂടെയും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു വസ്തു അത് മാത്രമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നു, ഏത് നിലക്ക? അല്ലെങ്കിൽ ചുംബിക്കാൻ കഴിയാത്തവർ അതിനെ തൊട്ടുമുത്തുന്നു, അതിനും സാധിക്കാത്തവർ ദൂരെ നിന്നുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. എന്താണ് അവന്റെ വിശ്വാസം? ഈ കല്ലിനെന്തെങ്കിലും കഴിയുമെന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെ ആയാ പോയി കാര്യം. ഈ കല്ല് തനിക്ക് കല്ലിൽ നിന്നെന്തെങ്കിലും ബർക്കത്ത് എന്റെ കയ്യിലേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇല്ല, അങ്ങനെയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. മറിച്ച് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹജറുൽ അസ്വദിനെ മുത്താൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅലമു, എനിക്ക് നന്നായിട്ടറിയാം, ഹേ കല്ലേ എനിക്ക് നന്നായിട്ടറിയാം. ഹേ കല്ലേ എന്ന് വിളിച്ചാൽ കല്ല് കേൾക്കും വിചാരിച്ചിട്ടല്ല, ചുറ്റുഭാഗത്തുള്ള ആളുകളെ പഠിപ്പിക്കുകയാണ്. എനിക്കറിയാം നീ വെറും കേവലം ഒരു കല്ല് മാത്രമാണെന്ന്. അഥവാ ലാ തദുറു വലാ തൻഫഉ, നീ ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ നിന്നെ കൊണ്ടുപറ്റില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നിന്നെ മുത്തുന്നതായി ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുകി, ഞാൻ നിന്നെ മുത്തുമായിരുന്നില്ല. നബി മുത്തി, അതുകൊണ്ട് സുന്നത്ത് കിട്ടാൻ വേണ്ടി ആ മുത്താണ്. അല്ലാതെ ഈ കല്ലിനൊരു പ്രത്യേകതയും ഞാൻ കണ്ടിട്ടില്ല. ഈ കല്ലിൽ നിന്ന് ഞാനൊരു ബർക്കത്ത് എന്തെങ്കിലും കല്ലെന്തെങ്കിലും ചെയ്യും എന്ന നിലക്കല്ല ഞാനിത് ചെയ്യുന്നത്. റുക്നുൽ യമാനി തടവുമ്പോഴും ഇതന്നെയാണ്. നബി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്യും. എന്നാൽ അതേപോലെ തന്നെ റുക്നുൽ യമാനിയുടെ ഭാഗത്തുള്ള അതേ കല്ലെന്നല്ലേ എല്ലാ സ്ഥാനത്തും കഅബക്കുള്ളത്. അവിടെ എവിടെങ്കിലും തടവിയാൽ ഈ കൂലി കിട്ടുമോ? കൂലി കിട്ടൂല. കഅബന്റെ തന്നെ രണ്ട് മൂല കഴിഞ്ഞ് വേറെ രണ്ട് മൂല കിടക്കുന്നില്ലേ? ആ രണ്ട് മൂലയിൽ പോയിട്ട് കൈകൊണ്ട് തടവിയാ വല്ല സുന്നത്തും കിട്ടുമോ? അല്ലെങ്കിൽ വല്ല പുണ്യവും പ്രതീക്ഷിക്കാമോ? ഒരു പുണ്യവും പ്രതീക്ഷിക്കാവതല്ല. ഇനി കഅബാലയത്തിൽ ചുറ്റുഭാഗവും പൊതിഞ്ഞിരിക്കുന്ന അതിന്റെ ഖില്ല, ആ വിരിയില്ലേ, ആ കറുത്ത് കാണുന്ന വിരി, ആ വിരി തൊട്ടതുകൊണ്ടോ മണത്തതുകൊണ്ടോ മുത്തിയതുകൊണ്ടോ നമുക്ക് വല്ല ബർക്കത്തും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. ചിലരൊക്കെ കണ്ണ് തെറ്റിയാൽ കത്രികയുമായി പോകും അങ്ങോട്ട്, ബ്ലേഡുമായിട്ട്. എന്തിനാ? അത് പതുക്കെ ജനങ്ങൾ തിരക്കുമ്പോ അതിന്റെ ഇടയിൽ കുനിഞ്ഞിന്നിട്ട് ഇതൊരു കഷ്ണം മുറിക്കാൻ, ആ കഷ്ണം മുറിച്ചിട്ട്
പതുക്കെ പോക്കറ്റിലിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കും. പേഴ്സിന്റെ ഉള്ളിൽ എങ്ങനെ വെക്കാൻ? കഅബത്തിന്റെ കില്ലന്റെ ഒരു പൊട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ഭാഗം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്റെ പേഴ്സിൽ നിന്ന് ഒരു കാലത്തും ദിർഹമും റുപ്യൊന്നും വിട്ടുമാറുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. വരവന്നെ വരവ്. ഇന്നലൊക്കെ ഒരു തബറുക്ക്, ഇന്നലൊക്കെ ഒരു ബർക്കത്തെടുക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബർക്കത്ത് ആശിക്കേണ്ടതില്ല. കഅബാലയത്തിന്റെ കില്ല കൊണ്ടൊരു ബർക്കത്തെടുക്കുന്ന പരിപാടിയില്ല. അതിന്റെ മറ്റു ചുമരുകൾ മുത്തലോ ചാരി നിൽക്കലോ തടവലോ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഹിജ്ർ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന ആ അർദ്ധഗോളാകൃതിയിൽ പരിശുദ്ധ കഅബാലയത്തിന്റെ ഒരു ഭാഗത്ത് കാണുന്ന അതിന്റെ ചുമരുകളോ അത് മുത്തലോ അത് തടവലോ ഒന്നും സുന്നത്തല്ല. അതിലൂടെ ഒന്നും ബർക്കത്ത് ആശിക്കാവതല്ല. കാരണം എന്താ? ഈ ഒരു മൂലക്ക് തടവിയാൽ അള്ളാഹ് നമുക്ക് പുണ്യം തരുമെങ്കിൽ മറ്റേ മൂലയും തടവിക്കൂടെ? ഇതാ ഞാൻ പറഞ്ഞത്, താരതമ്യ പഠനത്തിന് ഇതിൽ പ്രസക്തിയില്ല. അള്ളാഹ് നിശ്ചയിച്ച എവിടെയാണോ അവിടെ തടവിയാൽ തന്നെ അള്ളാഹ് കൂലി തരൂ. അല്ലാത്തടത്ത് കൂലിയെ തടവിയാലോ കൂലില്ല. അത് ആ കല്ലും അതേ മൂലയിലുള്ള കല്ലെന്നല്ലേ ഇമ്മൂലയിലുള്ളത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് അള്ളാഹ് നിശ്ചയിച്ചതാണ്. അള്ളാഹ് നിശ്ചയിച്ചത് അവിടെ തന്നെ ഒതുങ്ങണം, അവിടെ തന്നെ തടവണം, എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അത് തടവിയിട്ട് മുത്തലും സുന്നത്തില്ല, തടവാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങോട്ട് ആംഗ്യം കാണിക്കലും സുന്നത്തില്ല. അപ്പൊ കഅബയുമായി ബന്ധപ്പെട്ട ബർക്കത്തെടുക്കൽ എന്താ? അള്ളാഹുവിന്റെ അനുഗ്രഹം കഅബയുമായി നമ്മൾ ആശിക്കൽ എന്താണ്? ഹജറുൽ അസ്വദ് തവാഫ് തുടങ്ങുമ്പോൾ ഹജറുൽ അസ്വദ് മുത്താൻ സാധിക്കുമെങ്കിൽ മുത്ത, അല്ലെങ്കിൽ തടവുക, അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുക. റുക്നുൽ യമാനിയുടെ അവിടെയും തടവുക, തവാഫ് ചെയ്യുക. ഇതാണ് അവിടുത്തെ ബർക്കത്ത്. പിന്നെ അവിടെയുള്ളത് ഏതാണ്? കഅബ ശരീഫിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തടവിയിട്ട് രോഗശമനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഗ്രഹ സഫലീകരണത്തിനോ ചെയ്യുന്നത് ശിർക്കായി പോകും, പാടില്ലാത്തതാണ്. അത്തരത്തിലുള്ള തബറുക്കുകൾ ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. അന്നരത്തിലുള്ള ബർക്കത്തെടുക്കലുകൾ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ശരിയുമല്ല. പിന്നെയുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാര് പ്രത്യേകമായി തന്നെ പറഞ്ഞു, ലൈസ അലാ വജ്ഹിൽ അർളി മൗദിഉൻ യുശ്റഉ തഖ്ബീലുഹു വസ്തിലാമുഹു ഗൈറൽ ഹജറിൽ അസ്വദ് വറുക്നുൽ യമാനി. തടവൽ സുന്നത്തുള്ളത് ഈ ഭൂമി ലോകത്ത് രണ്ടേ രണ്ട് വസ്തുക്കളെ മാത്രമേ തടവൽ സുന്നത്തുള്ളൂ. ഈ പ്രപഞ്ചത്തിലാ പറയുന്നത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് തടവിയിട്ടും മുത്തിയിട്ടുമൊക്കെ സുന്നത്ത് കിട്ടുന്നത് രണ്ട് സ്ഥലങ്ങളെയുള്ളൂ. അതിൽ ഒന്ന് മാത്രമേ മുത്തല് സുന്നത്തുള്ളൂ, അത് ഹജറുൽ അസ്വദ്. മുത്താൻ സാധിച്ചില്ലെങ്കിൽ തടവുക. മറ്റതോ റുക്നുൽ യമാനി. എന്നിട്ടാണ് മനുഷ്യന്മാര് മഹാന്മാരുടെ ഖബറുകളെ തൊട്ടുമുത്തുന്നത്, ചുംബിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ അടങ്ങുന്ന ആ റൂമിന്റെ ചുറ്റുഭാഗം പോലും മുത്തൽ നിഷിദ്ധമാണ്. നിഷിദ്ധമാണെന്ന് നമ്മൾ പറഞ്ഞതല്ല. മഹാന്മാരായ പണ്ഡിതന്മാര് റസൂലുള്ളാഹിയുടെ ഖബർ സിയാറത്തിന് പോകുന്ന ആളുകളോട് പഠിപ്പിച്ച അദബുകളിൽ അവർ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചു. അതബോടുകൂടി മാറി നിൽക്കണം. ആ ഹുജറത്തിനെ, ആ റൂമിനെ, അതിന്റെ ഗ്രിൽസുകളെയോ ചുമരുകളെയോ മുത്തുവാനോ തടവുവാനോ മറ്റേതെങ്കിലും നിലക്കവിടെ ഭക്തിപ്രകടനങ്ങൾ കാണിക്കുവാനോ അനർഹമായ നിലക്കുള്ള ഭക്തിപ്രകടനങ്ങൾ പ്രകടിപ്പിക്കുവാനോ പാടില്ലാത്തതാകുന്നു, നിഷിദ്ധമാകുന്നു എന്ന് പണ്ഡിത ലോകം എഴുതി വെച്ചു. കഅബാലയത്തിന്റെ തന്നെ അവസ്ഥ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ പോലും അവസ്ഥ ഇതാണെങ്കിൽ, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദർഗകളിലേക്ക് കടക്കുമ്പോഴേക്ക് തന്നെ ചെരുപ്പൂരി എടുത്തു. ചെരുപ്പൂരി എടുത്തുവെച്ച് ബക്രിയിൽ ഇങ്ങനെ നടക്കുമ്പോ തന്നെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി. എന്റെ ഉള്ളിലെത്തി, കോടിയെടുത്തൊന്ന് മുത്തി. കഅബാലയത്തിന്റെ കില്ല വരെ മുത്തിയിട്ട് തബറുക്ക് എടുക്കുന്ന പരിപാടിയില്ല. അതൊന്നെടുത്ത് മുത്തി. ഖബറൊന്ന് ചുംബിച്ചു, അതൊന്ന് തവാഫ് ചെയ്തു. ദർഗകൾ ചന്ദനക്കുടവും തലയിലേറ്റിക്കൊണ്ട് ദർഗകൾ തവാഫ് ചെയ്യുന്ന ആളുകൾ പ്രദക്ഷിണം വെക്കുന്നു എന്ന് മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് ഇത് തവാഫല്ലാതാവോ? പത്രത്തിലൊക്കെ അങ്ങനെയല്ല കൊടുക്കണം. ആ പ്രദക്ഷിണം വെക്കുന്നു, ചന്ദനക്കുടവും തലയിലേറ്റിക്കൊണ്ട് ഭക്തജനങ്ങൾ പ്രദക്ഷിണം വെക്കുന്നു. അതെന്നെ ഇത് പ്രദക്ഷിണം വെക്കലെന്നെ ഈ തവാഫ്. ഈ വലം വെക്കുക എന്ന് പറഞ്ഞാലും വേണ്ടില്ല, അമ്പലത്തിൽ വലം വെക്കലാണ്. അപ്പൊ ഈ നിലക്കുള്ള ഒരു പ്രവണതകളും വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു തന്നിട്ടുള്ളതല്ല. പിന്നെ ഒന്നുള്ളത് അവിടെ മക്കയിൽ തന്നെ മഖാം ഇബ്രാഹിമാണ്. കഅബാലയത്തിന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന വാതിലിന്റെ ആ ഭാഗത്തേക്ക്, ഈ ഭാഗത്തായിട്ട്. അവിടെ എന്താണ് ബർക്കത്തെടുക്കൽ? അവിടെ ഏത് നിലക്ക് പെരുമാറിയാലാ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യം കിട്ടുക? അങ്ങനെ പെരുമാറിയാൽ തന്നെ കിട്ടുള്ളൂ. അങ്ങനെയാ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നിന്ന സ്ഥലത്തെ നിങ്ങളൊരു മുസല്ലയായിട്ട് സ്വീകരിക്കുവീൻ.
മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ് തവാഫ് കഴിഞ്ഞ ഹാജിമാർക്ക്. എന്താണ് ഈ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹുവൽ ഹജറുൽ ലദീ കാന യഖിഫു അലൈഹി ഇബ്രാഹിം അലൈഹിസ്സലാം അസ്നാ ബിനാഅൽ കഅബ. കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം നബി കുറെ അങ്ങോട്ട് ഉയരമായപ്പോ കല്ലുകളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി ഉയരത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൂളൊക്കെ വെക്കും പോലെ ഒരു കല്ല് വെച്ചിരുന്നു. ആ കല്ലാണ്, ഇബ്രാഹിം നിന്ന കല്ലിനാണ് ഈ മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത്. അത് ആദ്യകാലത്ത് കഅബയുടെ ചുമരിനോട് തന്നെ ഒട്ടിയിട്ടായിരുന്നു നിന്നിരുന്നത്. പണി കഴിഞ്ഞപ്പോൾ ആ മൂലക്കെ തന്നെ അവിടെ ഇട്ടുപോയി. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലമായപ്പോൾ തവാഫിന് അവിടെ വല്ലാത്ത സ്ഥലം മുടക്കായപ്പോ അദ്ദേഹം അത് അതിന്റെ ചുറ്റുഭാഗത്ത് മാറി കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റിയിട്ട് സ്ഥാപിച്ചു. ഇന്നീ കാണുന്ന രൂപത്തിൽ ഒരു പളുങ്ക് കൂടാരത്തിലൊക്കെ ആക്കി ഗ്രിൽസൊക്കെ ഇട്ടത് അടുത്ത കാലത്താണ്. വേദം ആകട്ടെ, അതാണ് മഖാം ഇബ്രാഹിം. എന്താണ് അവിടെയും കാണാം ആളുകൾ അതിനെ മുത്തുന്നു, അതിങ്ങനെ ചാരി നിന്നിട്ട് അതുകൊണ്ട് തടവുക, അത് ശരീരത്തിൽ ആ കൈ ശരീരത്തിൽ തടവുക, ഇങ്ങനെയുള്ള ബർക്കത്തെടുക്കലുകളൊന്നും അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടെ അനുഗ്രഹം അതിന്റെ പിന്നിൽ നിസ്കരിക്കാം, സാധിച്ചില്ലെങ്കിൽ എവിടെ വെച്ചും നിസ്കരിക്കാം. ഇതേ അതുമായി ബന്ധപ്പെട്ടതുള്ളൂ സാധ്യമായെങ്കിൽ. അതേപോലെ തന്നെ വേറൊന്നുള്ളത് അവിടെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊന്ന് സഫാ മറുവ. ഈ സഫാ മറുവയിൽ നിന്ന് എങ്ങനെയാ ബർക്കത്ത് കിട്ടല്? സഫാ മറുവയിൽ നിന്ന്, ആ മലയിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. അല്ലാഹു തആല അവിടെ ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്താൽ പുണ്യം കിട്ടും. അല്ലാത്ത കാര്യങ്ങൾ ചെയ്താലോ സഫാ മറുവ തന്നെയല്ലേ വിചാരിച്ചൊരു കാര്യമൊന്നും കിട്ടില്ല. തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉംറക്കും ഹജ്ജിനും ഒക്കെ തവാഫിന്റെ ശേഷം ഒരു സഴയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആ 7 പ്രാവശ്യം നടക്കൽ. അതല്ലാത്ത ആ സമയത്ത് അങ്ങനെ പോയി നടന്നാൽ മാത്രം കൂലിയുണ്ട്. അല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്തു, അവൻ വെറുതെ പോയിട്ട് ഇങ്ങനെ കുറെ അവിടെ പോയിട്ടിരുന്നു. കാരണം അത് പള്ളിയിലിരുന്ന് കൂലി അതിന് കിട്ടൂല, അത് പള്ളിക്ക് പുറത്താ. അതുകൊണ്ട് തന്നെ അവിടെ സഫാ മറുവ അടങ്ങുന്ന ആ പ്രദേശം പള്ളിയുടേതായ പരിധിയിൽ നിന്ന് പുറത്തായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർത്തവകാരികളായ സ്ത്രീകൾക്ക് സഫാ മറുവയുടെ ഭാഗം വരെ വരാവുന്നതാണ്, കാരണം അത് പള്ളിയിൽപ്പെടില്ല എന്ന് പണ്ഡിത ലോകം എഴുതി വെച്ചു. അവിടെ പുണ്യം കിട്ടണമെങ്കിൽ ആ സമയത്തുള്ള ആ നടത്തത്തിന് മാത്രം, അല്ലാത്ത അവസരത്തിൽ വെറുതെ അങ്ങോട്ട് നടന്നുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇങ്ങനെ ഓരോന്നിനും അല്ലാഹു തആല നിശ്ചയിച്ച രൂപത്തിൽ. അതേപോലെ തന്നെ മിന, ഇപ്പൊ മക്കയിൽ മിനയുണ്ട്. മിനയിൽ എപ്പോ പോയാലാ പുണ്യം കിട്ടുക? മിനയിൽ നിന്ന് പുണ്യം കിട്ടണമെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങളിൽ അവിടെ പോയി താമസിക്കണം, അപ്പോഴേ പുണ്യം കിട്ടൂ. ദുൽഹജ്ജ് 8 അവിടെ പോയിട്ട് രാപ്പാർത്താൽ കൂലിയുണ്ട്. അതേപോലെ തന്നെ 10-നും 11-നും 12-നും ഒക്കെ അവിടെ രാത്രി കഴിച്ചു കൂട്ടിയാൽ, ആവും പകലുമൊക്കെ കഴിച്ചു കൂട്ടിയാൽ അവൻ അവിടെ കൂലിയുണ്ട്. അതേപോലെ തന്നെ എറിയാനുള്ള സ്ഥലം അവിടെയാണ്, അറവ് നടത്തേണ്ടുന്ന സ്ഥലം അവിടെയാണ്. ഈ നിലക്കൊക്കെ മിനയിൽ പുണ്യമുണ്ട്. അല്ലാത്ത അവസരങ്ങളിൽ ഒരാൾ മിനയിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ബർക്കത്തും കിട്ടൂല. മിനയല്ലേ കിട്ടിക്കൂടെ? ഇല്ല. അന്ന് ദുൽഹജ്ജ് 8-നും 10-നും 11-നും 12-നും ഒക്കെ ഉള്ള അതേ കല്ലും മണ്ണും മീനൊക്കെ തന്നെയല്ലേ എപ്പോഴും ഉള്ളത്. എന്താ കിട്ടിക്കൂടായ? അതിന് പ്രസക്തിയില്ല. അത് അള്ളാഹ് നിശ്ചയിച്ച ആ സമയത്തും ദിവസത്തിലും തന്നെ അവിടെ പോയിരുന്നുകൊണ്ട് പ്രത്യേകമായ നന്മ അള്ളാഹുവിങ്കൽ എന്ന് നമുക്ക് ആശിക്കുവാനുള്ളൂ. അതേപോലെ തന്നെ അറഫാത്ത്, മക്കയുടെ പറ്റിയാണല്ലോ പറഞ്ഞു വരുന്നത്. അറഫായിലെപ്പോ പോയാലേ കൂലിയുള്ളൂ? അറഫാ ദിനത്തിൽ മാത്രം. ആ ദുൽഹജ്ജ് 9-ന് ഉച്ചക്ക് ശേഷം, ഉച്ചക്ക് മുമ്പ് അവിടെ പോയിട്ടൊരു കാര്യമില്ല. അതെന്നെ ഉച്ചക്ക് മുമ്പ് പോയി നിന്നിട്ട് കാര്യമില്ല. ഉച്ചക്ക് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവിടെ പോയി നിന്നാ കാര്യമുണ്ട്. എന്ന് ദുൽഹജ്ജ് 9-ന്. അന്ന് തന്നെ ദുൽഹജ്ജ് 8-നോ 11-നോ ഒക്കെ പോയി നിന്നിട്ടോ ഒരു കാര്യമില്ല. അപ്പോ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ആ പ്രത്യേക സ്ഥലത്ത് പോയാൽ അള്ളാഹു അതിന് നിശ്ചയിച്ചിട്ടുള്ള അനുഗ്രഹം, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഖൈറ്, അള്ളാഹിന്റെ ഖൈറ് നമുക്ക് കിട്ടും. ദുന്യവിയായ ഖൈർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, ഉഖറവിയായ ഖൈർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കും. അതാണ് ആ സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അവിടെയും കാണാൻ അറഫാത്തിലൊക്കെ ആൾക്കാർ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിസ്കരിക്കുക. അല്ലാത്തത് കാണാനൊക്കെ ഇങ്ങനെ പോകുമല്ലോ നമ്മൾ. ഇപ്പോൾ ഉംറക്കൊക്കെ പോയാൽ, അതേപോലെ തന്നെ ഹജ്ജിന് തന്നെ പോകുമ്പോൾ ഹജ്ജിന്റെ സമയം ആകുന്നതിന് മുമ്പ് ഈ സ്ഥലം കാണാൻ വേണ്ടി പോകും. അപ്പൊ ചില ആളുകൾ അവിടെ പോയി നിസ്കാരവും ദിക്റും ദുആയും അവിടെ തന്നെ. അവിടെ ഒരു പ്രത്യേകമായ ഒരു മല, റസൂലുള്ളാഹ് പാറക്കെട്ടിന്റെ അവിടെ നിന്നുകൊണ്ടാണ് പ്രസംഗം നടത്തിയത്. അറഫാത്തിൽ അവിടെയാണ് നബി നിന്നത്. നബി പറഞ്ഞു ഇവിടെ തന്നെ നിന്നോളന്നില്ല, എവിടെയും നിൽക്കാം. അപ്പൊ അവിടെ ഒരു സ്തൂപൊക്കെ നാട്ടിയിട്ടുണ്ട്, പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയ ജബലുർ റഹ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന. അതിന്റെ മേലെ ആൾക്കാരും ഇങ്ങനെ കയറുന്ന തിരക്കൂട്ടിയിട്ട്. എന്നിട്ട് എന്താണ്, അവിടെ ഒരു തൂണ് നാട്ടിയിട്ട് ആ തൂണുമ്മേൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്യാം.
നിങ്ങൾ പോയി നോക്കൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യും. ഞാൻ ഇന്നയിടത്ത് ഇന്ന ആൾ എന്റെ ബാപ്പന്റെ മോനാണ്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഇവിടുന്ന് ശരിയാണെന്നുള്ള മട്ടിൽ എഴുതിയിട്ട് അടിയിൽ ഒപ്പും. ചിലരവിടെ പോയിട്ട് SSFന്റെ യൂണിറ്റ് ഉണ്ടാക്കാം, SSF സിന്ദാബ, അതിന്റെ മേലെ പോയിട്ട് വേറുള്ളവരെ പരിപാടി. ഇങ്ങനെ പലരും പോയിട്ട് ഇതന്നെ ബർക്കത്ത് എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് ചിലർ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുക, കിബിലിയും കൂടി നോക്കൂല, ആ തൂണുമലേക്ക് തിരിഞ്ഞ് കഴബന്ന് 4 ഓർത്ത് നിസ്കരിക്കും പോലെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുക, അവിടുന്ന് ദ്വയർക്കുക, അവിടുന്ന് മണ്ണൊക്കെ ചുരണ്ടിയിട്ട് പാക്കറ്റിലാക്കുക, അതേപോലെ തന്നെ അവിടുത്തെ മരങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിച്ചിട്ട് അതൊക്കെ പാക്കറ്റിലാക്കുക, എന്നിട്ട് ഇങ്ങനെ ബർക്കത്ത്. അവിടെയാണെങ്കിൽ എല്ലാ ഭാഷക്കാർക്കും അറിയാവുന്ന നിലയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ദുൽഹജ്ജ് 9 അറഫാത്തിൽ ആ സമയത്ത് വന്നാലല്ലാതെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് യാതൊരു പുണ്യമില്ല, ഇങ്ങോട്ട് പ്രത്യേകം സന്ദർശിക്കേണ്ടതില്ല, ഇവിടുത്തെ കല്ലും മരവും സാധാരണ കല്ലും മരവുമാകുന്നു, ഇതുകൊണ്ട് നിങ്ങൾ ഒരു ബർക്കത്തും നേടേണ്ടതില്ല, ആശിക്കേണ്ടതില്ല, അത് പ്രവാചക ചര്യക്ക് വിരുദ്ധമാകുന്നു എന്ന് കിട്ടാവുന്ന ഭാഷകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും ആ ഭാഷക്കാർ അത് എഴുതിന്റെ ചോട്ടിൽ തന്നെ നിന്ന് നിസ്കരിക്കും, അത് എഴുതിന്റെ ചോട്ടിൽ തന്നെ പോയിട്ട് നമസ്കരിക്കുക. ഒന്ന് കാണണല്ലോ, എന്താ പറയാ, അതിനെപ്പറ്റി ചോദിച്ചാൽ മതി, ഇത് വഹാബികളെ ഗവൺമെന്റാണ്, വഹാബികളെ ഗവൺമെന്റിന്റെ പരിപാടി, അവിടെ നമുക്ക് ശരിയാവില്ല എന്ന്. ഇങ്ങനെയാണ് ആളുകൾ. അപ്പൊ ഈ ബർക്കത്ത്, അനുഗ്രഹം അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് പോയാലേ കിട്ടും. നമ്മളിങ്ങനെ തോന്നിയതുപോലെ ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി മുസ്ദലിഫയിൽ എന്നുപോലെ പുണ്യം കൊല്ലത്തിലാകെ ഒരു രാത്രി, അപ്പോഴേ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. അതേതാ, അറഫാത്തിൽ നിന്ന് ദുൽഹജ്ജ് 9 അറഫാത്തിൽ നിന്ന് വൈദാ അഫലത്തും മിൻ അറഫാത്തിൻ എന്ന് പറഞ്ഞല്ലോ, അറഫയിൽ നിന്നാണ്ട് ഒഴുകിയിട്ട് ദുൽഹജ്ജ് 9 അന്ന് മഗ്രിബിക്ക് സൂര്യനാണ് അസ്തമിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോകും. പോയിട്ട് പിന്നെ പോവുക മബീതു ബി മുസ്ദലിഫ, അതല്ലേ 10ന്റെ അന്ന് രാത്രിയിൽ 10ന്റെ രാവിന് 10ാം രാവിന് നമ്മൾ താമസിക്കേണ്ട സ്ഥലമാണ് മുസ്ദലിഫ. അവിടെ അന്ന് സൂര്യാസ്തമനത്തിന് ശേഷം സുബൈ വരെയുള്ള സമയത്തിൽ അവിടെ നന്മയുള്ളൂ. എന്താ അവിടെ ഒന്നുമില്ല, ഒട്ടംപറമ്പ് തന്നെ ഒന്നുമില്ല. എന്നാ എന്താ, അവിടെ പോയിട്ട് അങ്ങനെ കിടന്നുറങ്ങിയാൽ കൂലിണ്ട്, അതന്നെ അവിടുന്ന് കിട്ടാനുള്ള വർക്കത്ത്. വൈറ്റേ ദിവസം അതിന്റെ മുമ്പത്തെ ദിവസം അവിടെ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല, ഇവിടെ കിടന്നുറങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേകത. അപ്പൊ അള്ളാഹു നിശ്ചയിച്ചതുപോലെ നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച പ്രദേശത്ത്, അതാ വർക്കത്ത്. ഇതൊക്കെ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കണം. സ്ഥലങ്ങളുടെയൊക്കെ പവിത്രത, ഓരോരുത്തരും ഒരു സ്ഥലത്തൊരു മഹാന് ദീർഘുണ്ടെങ്കിൽ ആ സ്ഥലത്തിനാകെ പിന്നെ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ പുണ്യപ്രദേശം എന്ന് പേരിട്ട് കഴിയാണ്. അതല്ലേ, പുണ്യ കേന്ദ്രങ്ങളിലേക്കുള്ള തീർത്ഥാടന യാത്രകൾ ഞങ്ങൾ ചുരുങ്ങിയ ചെലവിൽ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഖിലേന്ത്യാ സിയാറത്ത് ടൂറൊക്കെ സംഘടിപ്പിക്കാറില്ലേ. കേരളത്തിലെ ദർഗകൾ മുതൽ തഞ്ചാവൂര്, മുത്തുപ്പേട്ട, കീളക്കര, അജ്മീർ, ഏർവാടി, അതേപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രശസ്തരായ അമീർമാരുടെ നേതൃത്വത്തിൽ എന്താ ശിർക്ക് ചെയ്യിപ്പിക്കാനേ ഇവരുള്ള ആലിമീങ്ങൾ പിന്നാലെ ജനങ്ങളെ കൊണ്ട് ഇതിങ്ങനെ ശരിയായ തെറ്റിപ്പോരുതല്ലോ, ശരിക്കന്നെ ശിർക്കാവണല്ലോ, അതിനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഒപ്പം ചെയ്യിക്കാൻ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ സിയാറത്ത് ശിർക്ക് യാത്ര ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. ഉടനെ ബുക്ക് ചെയ്യുക, ലക്ഷറി കോച്ചുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാണില്ലേ. അള്ളാഹു തആല അനുഗ്രഹം ചൊരിയുന്ന മക്കാരായ ഓരോ പ്രദേശങ്ങളിലെ പോലും അനുഗ്രഹങ്ങളുടെയും ആ നിഅമത്തുകളുടെയും ഒക്കെ അവസ്ഥകൾ ഇതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കൊരു പ്രദേശത്തോട് എതിർപ്പുണ്ടായിട്ടൊന്നല്ല, അള്ളാഹു തആല പറഞ്ഞതുപോലെയായിരിക്കണം ദീനിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതിൽ വേറെ ഒരാൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനോ ഇച്ഛക്കോ കടന്നു വരാൻ പഴുതുകളില്ല. അതാണ് ദീനുൽ ഇസ്ലാമിന്റെ പവിത്രത. അതുകൊണ്ടാണത് എതിർക്കപ്പെടേണ്ടത് എതിർക്കപ്പെടണം, അനുകൂലിക്കപ്പെടേണ്ടത് അനുകൂലിക്കപ്പെടണം എന്ന് പറയാനുള്ള ഏക വികാരം അതാണ്. പിന്നെ അപ്പോ ഏതാണ്ട് മക്കയിലെ കാര്യങ്ങൾ, പിന്നെ മക്കയിലെ വേറെ കുറെ പള്ളികൾ, ഹജ്ജിനൊക്കെ പോയാൽ ആളുകൾ ഇങ്ങനെ ഒരേ പള്ളികൾ തെരഞ്ഞു പോകും. അവിടുത്തെ വേറെ ഒരു പള്ളിക്കും ഒരു പ്രത്യേകതയില്ല, മറ്റുള്ള എല്ലാ പള്ളികളെയും പോലെ തന്നെ. അവിടെ കുറെ അബൂബക്കർ സിദ്ദീഖിന്റെ പള്ളി, മറ്റേ ദാറുൽ അർഖം വീട്, മറ്റേ വീട്, ഓരോ വീടുകൾ തെരഞ്ഞിട്ട് പോകല്. അതേപോലെ തന്നെ ഖദീജ ബീവിയുടെ വീട്, അതേപോലെ തന്നെ പിന്നെ അവിടെയുള്ള മുഅല്ല, ജന്നത്തുൽ മുഅല്ല എന്നാണ് പറയാറുള്ളത്, മുഅല്ലാത്ത് എന്നാണ് പറഞ്ഞാൽ ആളുകളെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളെയൊക്കെ മറമാടിയിട്ടുള്ള, ഇന്നും മറമാടിക്കൊണ്ടിരിക്കുന്ന പൊതു മക്ബറയാണ് മുഅല്ല. അവിടെ സന്ദർശിക്കാം. ഏത് നിലക്ക്? ഏത് ഖബറുകളും സന്ദർശിക്കൽ അനുവദനീയമാണെന്ന നിലക്കല്ലാതെ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനത് അവിടെ കിടക്കുന്ന മഹാന്മാരെ ഒരു തലവേദനയും ബുദ്ധിമുട്ടുമില്ലാതെ തവാഫിയാ എനിക്ക് കഴിയണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവിടെ പോയിട്ട് കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ പടച്ചോനോട് പറയേണ്ട സ്ഥാനത്ത് അവിടെ പോയിട്ട് പറയണ്, ഇപ്പൊ കഅബ തവാഫ് ചെയ്യുമ്പോ വരെ അത് നേർച്ചയേക്കും, എന്താ ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ അജ്മീർ പോയിട്ട് ഇപ്പൊ നാട്ടിലെത്തിയാ ഉടനെ ഏർവാടിയിലോ അജ്മാരിലോ വരി ഞാൻ ചാറ മൂടിക്കോളാം. ഇങ്ങനെ പറയുന്ന മനുഷ്യന്മാർ വിശ്വാസപരമായിട്ട് ഈ ഹജ്ജൊക്കെ ചെയ്താലും അല്ലെങ്കിൽ ആ കേന്ദ്രത്തിൽ എത്തിപ്പെട്ടാൽ പോലും മനസ്സ് മാറാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ ഹിദായത്ത് എന്ന് പറയുന്നത്. അത് കിട്ടാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വേണം. ഏതവസരത്തിലും എവിടെ ചെന്നിട്ടും കാര്യമില്ല. ചില മനുഷ്യന്മാർക്ക് മനസ്സിനൊന്നും ഒരു മാറ്റവും വരില്ല. അവർ തിരിച്ചു വന്നാൽ പിന്നെ അതേ വിശ്വാസക്കാരായിരിക്കും.
അതേപോലെ മക്കയിലെ ചില പ്രത്യേകമായ പർവ്വതങ്ങൾക്ക് പുണ്യം കൽപ്പിച്ചുകൊണ്ട് ആളുകൾ പോകും. കാണാൻ വേണ്ടി ഇതൊക്കെ പോകാം. നമ്മളിപ്പോ ഇവിടുന്ന് ചെന്നതല്ലേ എന്ന നിലക്ക് കാണാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ പോകാം. ഹിറാ ഗുഹയിലേക്ക്, ഹിറാ ഗുഹയിൽ പോയ ബർക്കത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. ഏതാ ഹിറാ ഗുഹ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 40-ാമത്തെ വയസ്സിൽ ജിബ്രീൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖാന്ന് പറഞ്ഞിട്ട് ആയത്ത്, ഖുർആന്റെ ആദ്യ ആയത്തിറങ്ങിയ സ്ഥലത്തെ പറ്റിയാ നിങ്ങൾ ഈ പറയുന്ന ഒരു പുണ്യമല്ലാന്ന്. അതന്നെ പറയണത്. നബി അവിടെ കുറെ കാലം പോയി ഇത്തികാഫിരുന്നിരുന്നു ആ ഗുഹയിൽ. മക്കയുടെ ആ മ്ലേച്ഛമായ മലീമസമായ സംസ്കാരങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഏകനായി അദ്ദേഹം ഇങ്ങനെ പോയിരിക്കാറുള്ള സ്ഥലമായിരുന്നു ഹിറാ ഗുഹ. ജബലുൻ നൂർ എന്നും ആ പർവ്വതത്തിന്റെ പേരുണ്ട്. അവിടെ പോയി നബി ഇരിക്കും. ഒരു ദിവസം അവിടെ വന്ന് ജിബ്രീൽ വന്നു, വായിക്കാൻ പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് കെട്ടിപ്പിടിച്ച് 2-3 പ്രാവശ്യം കെട്ടിപ്പിടിച്ച് വായിക്കാൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്ത് നബി അവിടുന്നാണ്ട് ഇറങ്ങി ഓടി. അന്ന് ഇറങ്ങിയാണ്ട് ഓടിയതാ, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടില്ല. അന്ന് അവിടുന്ന് ഇറങ്ങിയാണ്ട് ഓടിയിട്ട് ഖദീജ ബീവിന്റെ അടുത്ത് വന്നു, സെമ്മിലൂനി പുതപ്പിട്ട് മൂടിത്താ ഖദീജ, ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുന്നത്. ചരിത്രം പറയുന്നത് എന്താണ്? പിന്നെ നബി അവിടെ എത്ര കാലം താമസിച്ചു? നബി പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് പിന്നെ 4 ഉംറക്ക് അവിടെ വന്നു, ഒരു ഹജ്ജിനും വന്നു. എന്നിട്ട് അങ്ങോട്ട് കയറിയോ? നബി പോയോ? സഹാബിമാര് പോയോ? പോയില്ല. ഒരിക്കൽ ആരോടെങ്കിലും പോകാൻ പറഞ്ഞോ? പോയില്ല. ആരും പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ അങ്ങോട്ട് കയറലും ആളുകൾ അവിടുത്തെ ഖുർആനോടാൻ പോയിട്ട് അവിടെ പോയി തിരക്കൂട്ടി 2 റക്അത്ത് നിസ്കരിക്കുക, ഖുർആൻ ഓതുക. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടുന്ന് ആ പാറമെന്നിങ്ങനെ എന്തെങ്കിലും ആണിയോ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചൊരണ്ടി ഇങ്ങനെ കൊണ്ടുവരുവാം. ഇത് ബർക്കത്തുള്ള പാറ എന്ന് പറഞ്ഞിട്ട് മാറിക്കൊണ്ടിരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ കയറിയിട്ടില്ല. അപ്പൊ പുണ്യമുണ്ടായിരുന്നെങ്കിൽ നമ്മളെക്കാൾ പുണ്യത്തിന്റെ കാര്യത്തിൽ ആശ വെച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകളാണ് റസൂലുള്ളാഹിയുടെ സ്വഹാബിമാർ. വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, അവരതിൽ ഖൈർ കണ്ടിരുന്നെങ്കിൽ അവരങ്ങോട്ട് പോകുമായിരുന്നു. അപ്പൊ വെറുതെ കെട്ടിമറിഞ്ഞ് ബേജാറായിട്ട് അവിടെ പോകേണ്ട ഒരു കാര്യമല്ല എന്നർത്ഥം. അതൊരു അവിടെ ഇരുന്ന് ഹിറാ ഗുഹ ചരിത്രം മനസ്സിലാക്കുക, ഈ ഭാഗത്തൊക്കെ ആയിരുന്നു. വേറെ ഇതിന് പ്രത്യേകതയൊന്നുമില്ല. അതേപോലെ തന്നെ ജബൽ സൗർ, എന്താ ഗാർ സൗർ ഗുഹ എന്നാണ് നമ്മൾക്കൊക്കെ അറിയാം. പ്രവാചകനും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും കൂടിയും മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ ഒളിച്ചിരുന്ന ഗുഹയാണ്. ഒളിച്ചിരുന്നു എന്നല്ല, ആ ഗുഹയെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്പം വെപ്രാളം കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു. ലാ തഹ്സൻ, അബൂബക്കറെ ദുഃഖിക്കരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മളോടൊപ്പമുണ്ട് എന്ന് ഖുർആനിൽ പരാമർശം വന്നിട്ടുള്ള ആ ഗുഹ, അവിടെ പോയി 2 റക്അത്ത് നിസ്കരിക്കലും അവിടെ പോയിട്ട് ഇരിക്കലും അവിടെ അങ്ങനെ കുറച്ചു നേരം കഴിച്ചുകൂട്ടലൊന്നും ഒരു പുണ്യമല്ല, ഒരു തബറുക്കും ഒരു ബർക്കത്തും അതിലില്ല. അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ബോർഡുമ്മൽ നോക്കിയിട്ട് ഇതൊക്കെ വഹാബികളുടെ പണിയാണ്. നിങ്ങൾ നോക്കി ആളുകൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുക. പിന്നെ എന്തൊക്കെ പർവ്വതങ്ങളുണ്ട് ഇത്രയും, നമ്മൾക്ക് പോലൊന്നും അറിയില്ലല്ലോ. ഓരോരുത്തർ ഇങ്ങനെ കണക്കൂട്ടി പറഞ്ഞുതരും, ഇന്നോടത്ത് പോകണം. അവിടേക്ക് എന്താ? അവിടേക്ക് ഓരോന്ന് മനുഷ്യന്മാരിങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ അന്നലക്ക് പവിത്രത കൽപ്പിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് പുണ്യം ആശിക്കാവുന്ന, അള്ളാഹുവിങ്കിൽ നിന്ന് അനുഗ്രഹം നമുക്ക് ആശിക്കാവുന്ന ഇബാദത്തുകൾ ചെയ്യപ്പെടേണ്ടുന്ന ഒരു സ്ഥലങ്ങളും വേറെ അവിടെയില്ല. പിന്നെ മദീനത്തെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശ്രേഷ്ഠതകൾ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2-ാം സ്ഥാനമാണ് മദീനയിലെ പള്ളിക്ക്. 1-ാം സ്ഥാനം മക്കത്തെ പള്ളിക്ക്, 2-ാം സ്ഥാനം മദീനയിലെ പള്ളിക്ക്. അവിടെയുള്ള ഒരു റക്അത്ത് 1000 റക്അത്തിന് തുല്യം മറ്റു പള്ളികളിലുള്ള. മറ്റേടത്ത് 1,00,000, ഇവിടെ 1000. ആ ഒരു പുണ്യം എന്താ? അവിടെ നിസ്കരിക്കുക. അവിടുന്ന് മദീനത്തെ പള്ളി എന്ന് ബർക്കത്താശിക്കാരൻ എന്താ? അവിടെ നിസ്കരിക്കാം. അതിൽ തന്നെ പ്രാധാന്യം പറഞ്ഞൊരു സ്ഥലമുണ്ട്. പുണ്യമാശിക്കാവുന്ന, അള്ളാഹുവിന്റെ പ്രത്യേകം അനുഗ്രഹം നമുക്ക് ആശിക്കാവുന്ന ഒരു പ്രത്യേകമായ സ്ഥലം പറഞ്ഞത്, മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. ഞാൻ താമസിക്കുന്ന എൻ്റെ ഈ വീടിന്റെയും ഞാൻ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്നാ, സ്വർഗത്തോപ്പിൽ നിന്നുള്ളൊരു തോപ്പാകുന്നു. അപ്പൊ ഒരു റൗളയാണ്. റൗള എന്ന് പറഞ്ഞാൽ അപ്പൊ ഏതാ? വീടിന്റെയും മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിനാണെന്ന് പറയാ റൗള എന്ന് പറയുന്നത്. ആൾക്കാർ വിചാരിച്ചു റൗള ഷരീഫ് ഒന്ന് മുത്തിമണക്കാൻ, റൗള ഷരീഫ് ഒന്ന് കൺകുളിർക്ക കാണാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞൊരു പാടും പ്രസംഗിക്കൊക്കെ ചെയ്യണം. അപ്പൊ അവരുടെ ധാരണ റൗള എന്നൊക്കെ പറയുമ്പോൾ നബിന്റെ ഖബറടങ്ങുന്ന ആ റൂമനാ റൗള എന്ന് പറയുന്നത് എന്നാണ് അവർ വിചാരിച്ചു പോയത്. ശരിയല്ല. റൗള എന്ന് പറയുന്നത് നബി വീട്ടിൽ നിന്ന് മിമ്പറിലേക്ക് നടന്നു പോയിരുന്ന ആ സ്ഥലം, അതാണ് റൗള. അവിടെ പ്രത്യേക നിസ്കരിക്കൽ സുന്നത്തുണ്ട്, ഖുർആൻ ഓതുക. അവിടെ പ്രത്യേകമായി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്താണ് അവിടെ സ്വർഗ്ഗത്തോപ്പ എന്ന് പറഞ്ഞാൽ?
ചില വ്യാഖ്യാന പ്രകാരം ആ സ്ഥലം നാളെ സ്വർഗത്തോപ്പായിട്ട് മാറും എന്നൊരു വ്യാഖ്യാനമുണ്ട്. ആ സ്ഥലം തന്നെ സ്വർഗലോകത്തിന്റെ സ്വർഗത്തോപ്പിലുള്ള ഒരു സ്ഥലമായിട്ട് ആ സ്ഥലം തന്നെ അങ്ങ് മാറും എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്. വേറെ ചിലർ പറഞ്ഞു ആ സ്ഥലത്തായിരുന്നു മഹാനായ സ്വഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമികമായ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന വെളിച്ചം ഒരാൾ ജീവിതത്തിൽ പ്രകടമാക്കിയാൽ അവന് സ്വർഗത്തോപ്പിൽ എത്താൻ സാധിക്കും എന്ന വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാരുമുണ്ട്. പ്രവാചകൻ അവിടെ വെച്ചാണ് ഇസ്ലാമികമായ പല കാര്യങ്ങളും പഠിപ്പിച്ചത്, ആ പ്രത്യേകമായ സ്ഥലത്ത്. അവിടെ നിന്ന് കിട്ടുന്ന വെളിച്ചം ഒരാൾ ജീവിതത്തിൽ പകർത്തിയാൽ അവന് ആ സ്വർഗത്തോപ്പിൽ നിന്നുള്ള തോപ്പിൽ അവിടെ നിന്ന് കിട്ടുന്ന വെളിച്ചത്തിനാണ് പ്രാധാന്യം എന്ന് വ്യാഖ്യാനിച്ച ആളുകളുമുണ്ട്. അങ്ങനെ പല നിലക്കുണ്ട്. ഏതോ ആകട്ടെ, എന്ത് നിലക്കായിരുന്നാലും അവിടെ പ്രത്യേകമായ ഒരു പവിത്രത അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതാണ് ആ വിഷയത്തിൽ അവിടെയുള്ള പ്രത്യേകത. പിന്നെ അവിടെ മിമ്പർ അല്ലെങ്കിൽ ആ മെഹ്റാബ്, അവിടെയുള്ള തൂണുകൾ, ഇതൊക്കെ പോയാൽ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? മെഹ്റാബും ഒന്ന് തൊടാന്, മിമ്പറും ഒന്ന് തൊടാന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്ന മിമ്പർ ഇന്ന് അവിടെ ഇല്ല. നബിയുടെ കാലത്തുള്ള ആ തൂണുകൾ ഇന്ന് അവിടെ ഇല്ല. ഇഷ്ടികകളില്ല, കല്ലുകളില്ല, ഒന്നുമില്ല. മെഹ്റാബ് റസൂലുള്ളാഹി നിസ്കരിച്ച മെഹ്റാബുമല്ല. അതാ മെഹ്റാബ് നബിയെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നബിന്റെ മെഹ്റാബാണ്. പക്ഷെ അതൊക്കെ പിൽക്കാലത്തുള്ള ഭരണാധികാരികൾ എടുത്തുണ്ടാക്കിയ മെഹ്റാബ് മിമ്പറുമാണ്. നബിയുടെ കരസ്പർശമേറ്റ പാദസ്പർശമേറ്റ ഒരു വസ്തുവും അവിടെ ഇന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ നിലക്ക് മിമ്പറോ മിഹ്റാബോ തൊട്ടുമുത്തലോ മണക്കലോ അല്ലെങ്കിൽ തടവലോ വർക്കത്ത് അന്നലക്ക് ആശിക്കുന്നതിനോ ഇസ്ലാമിൽ യാതൊരു കാര്യവും അതിനില്ല. പ്രവാചക ചര്യ ആ വിഷയത്തിലില്ല. നബി നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഖബറുള്ള റൂമിനോട് തന്നെ എന്താണ് മര്യാദ? ദ്വയർക്കുമ്പോൾ പോലും റസൂലുള്ളാഹിയുടെ ഖബറുള്ള റൂമിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പാടില്ല എന്നാണ് അവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള മര്യാദകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ ഖിബലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കണം, അങ്ങോട്ട് തിരിഞ്ഞിക്കാൻ പാടില്ല. ഖിബലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. റസൂലുള്ളാഹിയുടെ പേരിൽ പ്രാർത്ഥിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മൂന്നാളുകളാണ് ആ റൂമിലുള്ളത്. ആ മൂന്നാളുകൾക്കും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അവർക്ക് രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അതാണ് നമ്മൾ അവർക്ക് വേണ്ടി സലാം പറയുന്നതിന്റെ അർത്ഥം. നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. ഓരോരുത്തരെയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരോട് പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ആ ചുമരുകൾ തൊട്ട് തടവുവാനോ മുത്തുവാനോ അവരെ വിളിച്ച് നിലവിളിക്കുവാനോ ഒന്നിനും പാടില്ല. അതെല്ലാം അനിസ്ലാമികമാകുന്നു, ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യങ്ങളാകുന്നു. പണ്ഡിത ലോകം കക്ഷിഭേദമന്യേ, മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാര് കക്ഷിഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പോലും ഈ വസ്തുതകളൊക്കെ വ്യക്തമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മദീനത്തെ പള്ളിയിൽ ബർക്കത്ത് അല്ലെങ്കിൽ അനുഗ്രഹം ആശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വഴി ഇങ്ങനെയാണ്. പിന്നെ മദീനയിലുള്ള മറ്റു പള്ളികളിൽ ഏതാ? ഖുബായിലെ പള്ളിയിൽ മാത്രമാണ് പോകൽ സുന്നത്ത് പ്രത്യേകം. അതാ നബി അവിടെ ഇടക്കിടക്ക് പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് മദീനയിൽ എത്തുന്ന ആളുകൾ, അതും ഇവിടെ നിന്ന് ഖുബാ പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾക്ക് പോകാൻ പാടില്ല. അത് 3 പള്ളികൾക്ക് മാത്രമേ ഉള്ളൂ. പ്രത്യേകമായി അവരവരുടെ നാട്ടിൽ നിന്ന് തീർത്ഥാടനം പോകാൻ പറ്റാവുന്ന 3 പള്ളികളേ ഉള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, അതേപോലെ തന്നെ മസ്ജിദുൽ അഖ്സ. ഖുബാ അവിടെ എത്തിയാൽ അവിടെ പോകൽ സുന്നത്താണ്. അവിടെ പോയി 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഒരു ഉംറക്ക് തുല്യമാണ് എന്നുള്ള ഹദീസുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ പള്ളിയുടെ മുമ്പിൽ ഇപ്പോഴും അത് എഴുതി വെച്ചിട്ടുമുണ്ട്. ഒരുത്തൻ അവന്റെ വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധീകരണം നിർവഹിക്കുകയും നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഖുബയിലെത്തുകയും 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവനൊരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന ഹദീസ് അവിടെ ആ ചുമരിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. ഇന്നും നമുക്ക് പോയാലത് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ അവിടെയുള്ള വേറെ പള്ളികൾക്കൊന്നും ഒരു പ്രത്യേകതയില്ല. ഒക്കെ കാണാൻ വേണ്ടി പോകലെന്ന് മാത്രമേ ഉള്ളൂ. ബർക്കത്ത് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടുന്ന അല്ലെങ്കിൽ ഒരു പുണ്യം കിട്ടുന്ന പ്രത്യേക നമസ്കാരത്തിന് നിർദ്ദേശമുള്ള പള്ളികളല്ല. അതേപോലെ മദീനയിലുള്ള മലകൾ, വഹദ് മലയായിരുന്നാലും വേറെ ഏത് മലകളായിരുന്നാലും ഒക്കെ ചരിത്ര സ്മാരകങ്ങൾ എന്ന നിലക്കുള്ള സന്ദർശനങ്ങളല്ലാതെ പുണ്യമാശിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹം ആശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രദേശങ്ങളിലേക്കും പോകാവതല്ല. അവിടെയുള്ള കിണറുകളിൽ നിന്ന് പ്രത്യേകമായി വെള്ളം കുടിക്കുന്നതിൽ പ്രത്യേകമായ പ്രാധാന്യങ്ങളും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമുക്ക് അറിയിച്ചു തന്നിട്ടുമില്ല. അതേപോലെ തന്നെ മഖ്ബറകൾ, അവിടെ പ്രധാനമായിട്ടുള്ളത് ബഖീഉൽ ഖർഖദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പൊതുശ്മശാനമാണ്. 10,000 സ്വഹാബിമാര് വിശ്രമം കൊള്ളുന്ന അവരുടെ ഖബറുകളുള്ള സ്ഥലമാണ് ബഖീഉൽ ഖർഖദ്. അവിടെയും കാണാൻ ആളുകൾ എന്തെങ്കിലും സൗകര്യം കിട്ടിയാൽ അത് വളച്ചെട്ടിയിട്ടുള്ള ഗ്രിൽസ് പോയിട്ടും മുത്തും.
അതെടുത്തിട്ടും തടവും. ചില സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം കൊടുക്കാറുണ്ട്. പ്രവേശനം കിട്ടിയാൽ അധികം ഈ മലയാളികളും അതേപോലെ തന്നെ ഈ ബംഗാളിയും പാകിസ്ഥാനികളും അധികം ചെയ്യുന്നത് എന്താ അറിയോ, അതൊക്കെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൊണ്ടുപോകും. പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൊണ്ടുപോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ വേഗം താഴ്ത്തൊക്കെ നോക്കുക, മണ്ണിന് ചുരണ്ടിയിട്ട് പാക്കറ്റിലാക്കി മൂപ്പര് വേഗം. ഭയങ്കര തൃപ്തിയായി. എന്താ, പൊതു ശ്മശാനത്തിലുള്ള മണ്ണ് ഇനിയിപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോവുക, കഞ്ഞി ഉണ്ടാക്കും വയലിത്തിരിടുക, ചോറുണ്ടാക്കും വയലിത്തിരിടുക, അവിടെ എല്ലായിടത്തും എങ്ങനെ ബർക്കത്താശിക്കുക. അനിസ്ലാമികമാണ് സഹോദരന്മാരെ. ഒക്കെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ, സ്നേഹമുള്ളവരെ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഏറ്റവും വലിയ സ്നേഹം കാണിക്കേണ്ടത് ആ തലമുറയല്ലേ. ഒരാരും ഇങ്ങനെ ചെയ്തിട്ടില്ല, പാടില്ല. അങ്ങനെ അവിടെ നിന്ന് മണ്ണെടുത്തു കൊണ്ടുവന്നിട്ട് ബർക്കത്ത്, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് ബർക്കത്ത്, അതൊന്നും അവിടെ അല്ല. ചിലർ കാണാൻ വെറുതെ അവിടെ ആളുകൾ ഇങ്ങനെ ഈ ഗോതമ്പ് വാങ്ങിയിട്ട് ഇങ്ങനെ എറിയതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ പക്ഷികൾ, പ്രാവുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ തിന്നു. അപ്പോൾ അവിടുത്തെ പക്ഷികൾക്ക് കൊടുത്താൽ ഒരു പ്രത്യേകമായ പുണ്യുണ്ട് എന്ന നിലക്ക് ഇങ്ങനെ ഗോതമ്പ് വരിയൊക്കെ എറിയുന്ന അങ്ങനെ പല പ്രവണതകളും. അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വല്ലമാരും ഉണ്ടാവും. ഇതാർക്കണോ സിയാർത്ത് ചെയ്യണ്ടേ മുടക്ക ചോദിക്കും, സിയാർത്ത് ചെയ്യണ്ടേ? എനിക്കറിയാം സിയാർത്ത് കയറും. അപ്പൊ മൂപ്പരെ മുഖം കറുക്കും. കാരണം എന്താ, ആ സിയാറത്തിന് പോക്കറ്റിൽ ഒന്നും വരാല്ല. അപ്പൊ ആ നിലക്കുള്ള ഒരു പ്രത്യേകതകളും കാണാൻ പാടില്ല. സാധാരണ ഖബർ സന്ദർശിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് റബ്ബിന്റെ രക്ഷയുണ്ടാകട്ടെ. ഞങ്ങളും നിങ്ങൾക്കിതാ വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക എന്നുള്ളതാണ് ആ മഖ്ബറ കാണാൻ പോകുമ്പോഴുള്ള സുന്നത്ത്. അതിലൂടെ ആരൊക്കെയാണ് ഈ മരിച്ചു കിടക്കുന്നത്? എത്രയോ നല്ലവരായ ആളുകൾ. പടച്ചവനെ, ഇവരൊക്കെ ഖബറുകൾ നല്ലതായിരിക്കും, എൻ്റെ കാര്യം എന്തായിരിക്കും? പരലോക ചിന്ത, മരണചിന്ത. അത്ര നല്ല പ്രദേശത്ത് ഇവരൊക്കെ കിടക്കുന്നു, ഞാൻ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവൻ. യുദ്ധം ചെയ്ത ആളുകൾ, ഷഹീദുകൾ, എല്ലാവരും കുറേ ആളുകൾ. ആ ചരിത്രങ്ങൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ നന്നാവണം, എനിക്കും നന്നാവണം. ഇവിടെ കിടക്കുന്ന നേതാക്കന്മാരുടെയൊക്കെ മാതൃക പിൻപറ്റിക്കൊണ്ട് അവരുടെയൊക്കെ കാണിച്ചു തന്ന വെളിച്ചത്തിലൂടെ, പാതയിലൂടെ നാട്ടുപോയിട്ട് ജീവിക്കണം. ആ ഒരു പ്രത്യേകമായ ഒരു ആവേശം, ഇതിനൊക്കെയാണ് അവിടെ പോകുന്നത്. അതാണ് അവിടെ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? പിന്നെ വേറെ പ്രത്യേകതയുള്ള മൂന്നാമത്തെ പള്ളി അഖ്സ പള്ളിയാണ്, മസ്ജിദുൽ അഖ്സ. ഒന്നാം സ്ഥാനം മസ്ജിദുൽ ഹറാം കഴിഞ്ഞു, രണ്ടാം സ്ഥാനം മസ്ജിദുൽ നബവി കഴിഞ്ഞു, മൂന്നാമത്തെ സ്ഥാനം മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പള്ളി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഇസ്റാ പോയത് മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു. ചുറ്റുഭാഗങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ബർക്കത്തുള്ള രാജ്യം. മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണുന്നു, ബിസ്സിമാരി വല്ലൻഹാരി, ഫലങ്ങളും അതുപോലെ തന്നെ കൃഷിക്ക് യോഗ്യമായ നിലക്കുള്ള ശുദ്ധ തെളിനീരുകൾ ഒഴുകുന്ന ആറുകളും നദികളും ഒക്കെ സമ്പുഷ്ടമായ ബർക്കത്താക്കപ്പെട്ട ഒരു പ്രദേശം, അനുഗ്രഹീതമായ ഒരു രാജ്യം. ആ രാജ്യത്തിലുള്ള പള്ളി അതാണ് മസ്ജിദുൽ അഖ്സ. അവിടെ പോയിട്ട് എങ്ങനെയാണ് നമ്മൾ ബർക്കത്താശിക്കേണ്ടത്? അവിടുത്തെ നിസ്കാരത്തിന് മറ്റു പള്ളികളിലെ നമസ്കാരത്തേക്കാൾ 500 പുണ്യമുണ്ട് എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. എന്നാൽ സ്വഹീഹായ ചില പരമ്പരകളിലൂടെയുള്ള ഹദീസുകളിൽ 250 എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും മൂന്നാമത്തെ സ്ഥാനമുള്ള മറ്റു പള്ളികളെ അപേക്ഷിച്ച് പ്രാധാന്യമുള്ള പള്ളി തന്നെയാണ് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ. പ്രവാചകന്മാരുടെ ഖബറുകൾ, പ്രവാചകന്മാർ ഒരുപാട് അവിടെ മരിച്ചു കിടക്കുന്നു എന്ന് ചരിത്രം പറയുന്നു. പക്ഷെ ഒരൊറ്റ പ്രവാചകന്റെ ഈ ഖബർ, ഈ ഭൂമിയിൽ വ്യക്തമായി അറിയപ്പെട്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ മാത്രമാണ് ഉറപ്പുള്ളത്. ഇതാ പ്രവാചകന്റെ ഖബറാണ്, അത് മദീനത്തുള്ളത് ഉറപ്പാണ്. പിന്നെ ബഹുഭൂരിപക്ഷം ആലിമീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ഒരു ഏകദേശം ഒരു ധാരണയിലെത്തിയിട്ടുള്ള ഒരേ ഒരു ഖബർ പിന്നെ മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിന് സമീപം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറുമാണ്. വേറെ ഈ ലോകത്ത് എവിടെയാണ്, അല്ലെങ്കിൽ മദീനയിലോ മക്കയിലോ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലോ എവിടെയൊക്കെയാണ് പ്രവാചകന്മാരുടെ ഖബർ എന്ന് ഉറപ്പായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു ഖബറുകളുമില്ല. പത്രത്തിലൊക്കെ കാണാം, അയ്യൂബ് നബിയുടെ ഖബറാണ്, യൂനുസ് നബിയുടെ ഖബറാണ്, മറ്റേ നബിയുടെ ഖബറാണ്, ഈ നബിയുടെ ഖബറാണ്, ഭയങ്കര നീളം, ഭയങ്കര വീതി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ പരസ്യവും അങ്ങനെയൊക്കെ പല കാണാറുണ്ട്. ഒന്നും ചരിത്രത്തിൽ അംഗീകൃതമായ നിലക്ക് സ്ഥിരപ്പെട്ടു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഖബറുകളല്ല. അതാണ് ആ വിഷയത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായി ചരിത്രത്തിൽ പരിശോധിച്ചറിഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്. പ്രവാചകന്റെ ഖബർ അത് ഉറപ്പാണ്.
പിന്നെ അല്പമുള്ളത് ഇബ്രാഹിം നബിയുടെ പറ്റി. മറ്റുള്ളതൊന്നും ഉറപ്പല്ല, ഏതാണ് എവിടെയാണ് എന്നുള്ളത് പ്രത്യേകമായി ഉറപ്പായിട്ടില്ല. പിന്നെ മറ്റു ഭൂമിയിലുള്ള പള്ളികളൊക്കെ സമാണ്. ഭൂമിയിൽ പിന്നെ വേറെ എല്ലാ പള്ളികളും സമാണ്. ഏത് പള്ളിക്കും ഇതിനൊരു പ്രത്യേകതയില്ല. പിന്നെ കായൽ പട്ടണത്തെ മറ്റേ പള്ളിക്കും പ്രത്യേകതയില്ല. ഇത് മീക്കായിൽ പള്ളിക്കും പ്രത്യേകതയില്ല. മീക്കായിൽ എടുപ്പിച്ച പള്ളിയാണ്, അത് ആ പള്ളിയാണ്. ഇത് ഈ പള്ളിയാണ്, അജ്മീറിലെ പള്ളിയാണ്, ഉത്തം പള്ളിയാണ്, അമ്പർത്ത പള്ളിയാണ്. എല്ലാ പള്ളികളും സമാണ്. എല്ലാ പള്ളികളും സമാണ്. ഒരു പള്ളിയിലേക്കും പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നെ പോകുവാനും നമുക്ക് യാതൊരു നിർവാഹവുമില്ല. പള്ളികളിൽ നിന്നൊക്കെ എങ്ങനെയാണ് അനുഗ്രഹം പ്രതീക്ഷിക്കേണ്ടത്? നബി പറഞ്ഞതുപോലെ പള്ളിയിൽ ഇരുന്ന് നിസ്കരിച്ചാൽ കൂലിയുണ്ട്, പള്ളിയിൽ ഇരുന്നാൽ പ്രതിഫലമുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുകയാണെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിലും കൂലിയുണ്ട്. എന്താ അതുകൊണ്ട് കിട്ടാവുന്ന ഉഖ്റവിയായ കൂലി എന്താ? നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെയും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ അങ്ങനെ ഇരുന്നിട്ട് ദിക്റും ദുആയൊക്കെ ചൊല്ലിയാൽ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. റബ്ബേ, ഈ സഹോദരന് വേണ്ടി നീ പുറത്തു കൊടുക്കണേ, ഇയാളോട് നീ കരുണ കാണിക്കണേ, ഇയാളുടെ തൗബ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ എങ്ങനെ ഇരുന്ന് ദിക്റും ദുആയിലൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുന്നു. അത് ആ നിലക്കുള്ളൊരു പ്രത്യേകത അല്ലാഹു തആല നമുക്ക് ആശിക്കാവുന്ന ഒരു പ്രത്യേകമായ പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാതെ പള്ളിയല്ലേ ബർക്കത്തുള്ള അല്ലാഹുക്ക് ഇഷ്ടമുള്ള സ്ഥലല്ലേ എന്ന് വിചാരിച്ച പള്ളിയിൽ ചുമരുമ പോയി മുത്ത, അല്ലെങ്കിൽ ആ പള്ളിയിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ നിസ്കരിച്ചിട്ടുള്ള ഒരു മുസല്ലല്ലപ്പത്. അപ്പോ അവിടെ ഉള്ള കാർപ്പറ്റ് ഒരു കൊല്ലത്തിലൊരുക്ക മാറ്റുമ്പോൾ പതിനായിരങ്ങൾ സുജൂദ് ചെയ്തിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പുണ്യം ചെയ്തല്ലേ തിരി മുറിച്ചു കൊണ്ടുപോകുക, വീട്ടിൽ വെക്കാൻ വെറുതെ തലയാണ വീട്ടിൽ വെക്കുക എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരും. വല്ല ബർക്കത്തുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അവിടുത്തെ ആ കുറെ കാലം പള്ളിയായ സ്ഥലമല്ലേ ഇവിടുത്തെ ഇമാമൻ നിന്നാലേ, അല്ലെങ്കിൽ ഇതല്ലേ അവിടുന്ന് കുറച്ച് മണ്ണ് ചേർന്നെടുത്തുകൊണ്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയാ പിന്നെ അതിന് പുണ്യം കിട്ടേണ്ടത്? അത് നബി എങ്ങനെയാണോ പള്ളികളിൽ നിന്ന് ബർക്കത്ത് പുണ്യം അനുഗ്രഹം നമുക്ക് ആശിക്കാൻ പഠിപ്പിച്ചതെങ്കിൽ അതെന്നെ ചെയ്യണം. അതിലൂടെ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനും നമ്മുടേതായ പ്രത്യേകമായ താരതമ്യപ്പെടുത്തലുകൾക്കും അവിടെ പ്രസക്തിയില്ല, പാടില്ല. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ വേറെ മരങ്ങൾക്കും കല്ലുകൾക്കും ഒക്കെ പുണ്യം കൽപ്പിക്കുന്ന മനുഷ്യന്മാർ ഓരോ സ്ഥലങ്ങളിൽ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ കൊപ്പത്തടുത്ത് ആ പള്ളിയിൽ ഇന്നും കാണാം ഒരു വലിയൊരു കല്ല്, ഒരു വലിയൊരു കല്ല്. ആ കല്ല് അവിടെ കബറൊന്നുമില്ല, ഒരു കല്ല. ആ കല്ലിന്റെ ചുറ്റുഭാഗം ഇങ്ങനെ പിന്നെ ചെടികളൊക്കെ പിന്നെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ശരിക്ക് ആളുകൾ അവിടെ പോയിട്ടൊക്കെ ഇരുന്ന് യാസീൻ വരും. എന്താ കല്ല്? ഒരു കല്ല് ഇങ്ങനെ പൊന്തി വളർന്ന് വലുതായതാണ് അത്ര. ഇപ്പോഴും വളരെ തന്നെയാണ്, ഇപ്പോഴും വളരെ തന്നെയാണ് അവിടെ. അപ്പൊ അവിടെ ഇങ്ങനെ വിളക്ക് കത്തിക്കലും അവിടെ പോയിട്ട് പുൽപ്പായൊക്കെ ഇട്ടിട്ട് ആളുകൾ ഇരുന്നിട്ട് ദിക്റും സലാത്തിയല്ല, നാരിയ സലാത്തിയല്ല, അതൊക്കെ തന്നെയല്ല ഇപ്പോൾ അവിടെ ചെല്ലേണ്ടതും. നാരിയ സലാത്താണല്ലോ, അപ്പൊ നാരിയ സലാത്തിയല്ല. പിന്നെ യാസീനും ഓതും, ഖുർആനിലായി യാസീൻ പോയിട്ട് ഓതും. എന്നിട്ട് എന്തോ ആ കല്ലിങ്ങനെ വളയുന്നുണ്ട് എന്നാണ്. ഈ ഗണപതി പാലുടിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇവരെങ്ങനെ എതിർക്കുക? ഇവരെ കല്ലല്ലേ ഇങ്ങനെ വളർന്ന് പൊന്തി വലുതാവുകയല്ലേ? അങ്ങനെ കല്ലിന് അതേമാതിരി മരം ചില ദർഗകളുടെ മുറ്റത്ത് നിൽക്കുന്ന മരത്തിന് പ്രത്യേക ബർക്കത്താണ്. ചില സമയത്ത് ഒടമലപ്പാപ്പാന്റെ പള്ളിയിലേക്ക് പെട്ടി വരുമ്പോ, പെട്ടി വരിക പറഞ്ഞാൽ നമ്മളെ സൂട്ട് കേസ് അല്ല, ഇതിങ്ങനെ വാർത്തയിൽ മുട്ടിയിട്ട് പിപ്പി പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ആ നേർച്ചക്ക് ഇങ്ങനെ ചീരിണിക്കൊട്ടയും തലിയേറ്റ് ആ സമയത്ത് ഇങ്ങനെ പെട്ടി ഇങ്ങനെ വരുമ്പോ, ഒന്നായിട്ട് ഇങ്ങനെ പെട്ടി വരുന്ന സമയത്ത് ഒടമലപ്പാപ്പാന്റെ ജാറത്തിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരു കാഞ്ഞര മരം. ആ കാഞ്ഞരത്തിന്റെ ഇലയെടുത്തിട്ട് ഇങ്ങനെ കടിച്ചു നോക്കിയാൽ ഭയങ്കര മധുരാണ്. കാഞ്ഞരം കയ്പല്ലേ? അപ്പൊ ഈ പെട്ടി വരുന്ന തിരക്കിൽ ഇങ്ങനെ കടിച്ചാൽ ഭയങ്കര മധുരാണ്, ഒരു ബർക്കത്ത്. അതേമാതിരി മമ്പറത്തെ ജാറത്തിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരു മരം. ആ മരം കണ്ടാൽ തന്നെ എന്താണ്, അതിങ്ങനെ പിന്നെ ഒരു ഗർഭിണിയായ പെണ്ണ് നിൽക്കും പോലെയാണ് നാ പറയാ. ഒരു ഇത്തിരി ഇങ്ങനെ വീർത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്താ അവിടെ ആൾക്കാർ അവിടെ പോയിട്ട് ആ മരത്തിന് എന്താ ബർക്കത്ത്? കുട്ടികളുണ്ടാകാത്ത പെണ്ണുങ്ങൾ പോയിട്ട് കെട്ടിപ്പിടിക്കും അതിനെ പോയിട്ട്. എന്നാ പിന്നെ ഒരിക്കൽ അവിടെ നിന്ന് പോകുമ്പോഴേക്ക് ചാർജായി പിന്നെ കുട്ടികൾ ഉണ്ടാവുന്നതാണ് ധാരണ. മമ്പറത്തേക്ക് പോകുമ്പോൾ ആളുകളുടെ ധാരണയാണ് അങ്ങനെ. ഇങ്ങനെ മമ്പറത്ത് കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. മരങ്ങൾക്കും കല്ലുകൾക്കും ഒക്കെ പ്രത്യേകത കൽപ്പിക്കുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാരൊരിക്കൽ അങ്ങനെ നടന്നു പോകുക നബിയുടെ കൂടെ. അപ്പൊ കുറച്ചാണ്ടെത്തിയപ്പോ ഒരു മരം കണ്ടു. മരം കണ്ടപ്പോ നബിയോട് പറഞ്ഞു, നബിയെ ഇത് കണ്ടില്ലേ മുശ്രിക്കീങ്ങൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ബർക്കത്തിട്ടാൻ വേണ്ടി വാളൊക്കെ തൂക്കിയിട്ട് കുറച്ചേരം അവിടെ കണ്ടിട്ട് ആ വാളെടുത്തിട്ട് ഒരു യുദ്ധം പോയി ജയിക്കാറുണ്ട്. നബിയെ നബിയെ അവർക്കുള്ളതുപോലെ ഒരു മരം ഞങ്ങൾക്കും നിശ്ചയിച്ച് തന്നൂടെ പ്രവാചകന്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖം ചുവന്നു.
ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, ഇത് മൂസാ നബിയോട് അന്നത്തെ ജനങ്ങള് ഇജ്അല്ലനാ ആലിഹത്തൻ കമാലഹും ആലിഹാ, അവർക്കൊക്കെ ആരാധിക്കാൻ കുറെ കുട്ടി ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തന്നുകൂടെ മൂസാ എന്ന് ചോദിച്ചതുപോലെയാണ് ജനങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ആ പരിപാടിയിലേക്ക് നീങ്ങണ്ട, അത് തെറ്റാണ്, പാടില്ലാത്തതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉണ്ടോ? നബി എന്താ സ്വഹാബിമാരോടാ പറഞ്ഞത്? എന്നിട്ടാണ് ഈ ഈമാനില്ലാത്ത നമ്മള്. സ്വഹാബിമാര് വെറുതെ വർക്കത്തിനൊരു മരം ചോദിച്ചപ്പോഴാ പറഞ്ഞത് അത് ബനൂ ഇസ്രായേൽക്കാര് മൂസാ നബിനോട് ഒരു പടച്ചോനെ ചോദിച്ച മാതിരിയാണ്, ഇലാഹിനെ ചോദിച്ച പോലെയാണ്, പാടില്ല. എന്നിട്ടാണ് ഈമാനും ഇസ്ലാമും എന്താണെന്നറിയാത്ത സ്വഹാബിമാരുടെ 4 അയലത്തെത്താൻ 1000 അയലത്തെത്താൻ യോഗമില്ലാത്ത നമ്മൾ കാഞ്ഞിര മരത്തിനും കാഞ്ഞിര കുറ്റിക്കും കല്ലിനും കബറിനും എല്ലാത്തിനും ബർക്കത്തൊന്നും കൽപ്പിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ്. ചിലയിടത്ത് ചില കല്ല് അവിടെ വെറുതെ ഇങ്ങനെ, ഇതൊക്കെ ഈ വിഗ്രഹ പൂജ. ചിലർ ഹദീസ് ഉണ്ടാക്കി, നിങ്ങൾ ഏതെങ്കിലും ഒരു കല്ലിനെ സംബന്ധിച്ച് നന്മ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മൻഫഅത്ത് കിട്ടും. ഖാല റസൂലുള്ളാഹി പാച്ചാപ്പോള് ഓണ പറഞ്ഞിട്ട് വിഗ്രഹാരാധകന്മാരുണ്ടാക്കി. അതിന് അങ്ങനെ ചില ഹദീസുണ്ട് ചില കിതാബുകളിൽ. എന്ത്, നിങ്ങളൊരു കല്ലിനെ പറ്റി ഖൈർ വിചാരിക്കുന്നുവെങ്കിൽ ആ കല്ലുകൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് മൻഫഅത്ത് തരും. വിഗ്രഹാരാധകന്മാർ കെട്ടിയുണ്ടാക്കിയെന്നല്ലാതെ ഇസ്ലാമിൽ ഇനി യാതൊരു ലേബലുമില്ല. അങ്ങനെ ഒരു കല്ലിന് പ്രത്യേകത ഏൽപ്പിച്ചിട്ട്, അങ്ങനെ ഒരു കല്ലിന്റെ പ്രത്യേകത ഏൽപ്പിച്ചിട്ട് ഇല്ല. ഹജറുൽ അസ്വദ് തന്നെ അതിനെന്തെങ്കിലും കിട്ടും വിചാരിച്ചിട്ടല്ലോ. മുർഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ നിങ്ങൾ കേൾപ്പിച്ചില്ലേ, മുഹമ്മദ് നബി മുത്തുന്നത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ മുത്തൂല, നീ ഒരു കല്ലാണ്. അതാണ് ഇസ്ലാമിന്റെ കയ്യിലുള്ള വീക്ഷണം. അപ്പൊ ലോകത്ത് വേറെ പർവ്വതങ്ങൾക്കും കല്ലുകൾക്കും മരങ്ങൾക്കും നദികൾക്കും ചിലരിങ്ങനെ ഓരോരുത്തർ ഇതുണ്ട്, ബർക്കത്തെടുക്കാൻ വേണ്ടി പോവാ. എന്താ, ഒരു നദി ഒഴുകുന്നുണ്ട്, സലാലിയിലുണ്ട് ഇത്രേ, അല്ലെങ്കിൽ ഇവിടെ അലയിലുണ്ട് ഇത്രേ, അല്ലെങ്കിൽ മറ്റോടത്തുണ്ട് ഇത്രേ. എന്ത്, എപ്പോഴും ചുടുവെള്ളം കിട്ടുന്ന ഒരു നദി, ആ ചൂടുവെള്ളം അവിടെ കിട്ടുന്നുണ്ട്, ചൂടുവെള്ളം ഉണ്ട്. അവിടെ പോയിട്ട് ബർക്കത്തിനും അവിടെ പോയിട്ട് എടുത്ത് മുഖം കഴുകുക, കുളിക്കുക, അതിൽ ബർക്കത്ത് ഇല്ല. ഒരു പ്രദേശത്തേക്കും അങ്ങനെ പോകാൻ പാടില്ല. അവിടെ നദിയുണ്ട്, അവിടെ ഇവര് ഗംഗയിൽ നിന്ന് കുളിക്കും പോലെ മറ്റേ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ സംസ്കാരങ്ങളിൽ നിന്ന് കയറി വന്നതാണ്. ഇസ്ലാമിൽ ഇത്തിരി പ്രാധാന്യമുള്ള പവിത്രമായ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളത് സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായുക, ഓരോന്നിൻ്റെയും പിന്നാലെ പോയിട്ട് മനുഷ്യന്റെ വിശ്വാസ കാര്യങ്ങളും അതേപോലെ തന്നെ അവന്റെ ഈമാനികമായ കാര്യങ്ങളും ഒക്കെ കളഞ്ഞു കുളിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഒന്നും ശരിയല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പവിത്രമായ സ്ഥലങ്ങൾ ഏത് നിർണയിക്കാനുള്ള അധികാരം ആർക്ക്? അള്ളാഹുവിന്. അവിടെ പോയാൽ ആ പവിത്രമായ സ്ഥലങ്ങളിൽ തന്നെയും നമുക്ക് അനുഗ്രഹം കിട്ടുവാനുള്ള വഴി എന്ത്? അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ നിശ്ചയിച്ചിരുന്ന മാർഗത്തിലൂടെ മാത്രം. നമ്മുടേതായ ഇച്ഛകൾക്ക് പ്രവേശനമില്ല. ഈ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരുന്ന സ്ഥലങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക. അങ്ങനെയുള്ള അവസരം കിട്ടുമ്പോൾ നാം അത് പ്രതീക്ഷിക്കുക. സർവശക്തനായ തമ്പുരാൻ ഇസ്ലാമികമായ കാര്യങ്ങളിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാദം പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ.